എൻ്റെ വീട്ടിൽ കുറച്ച് ബാർലി വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. ശരിക്കും പറഞ്ഞാൽ ഈ ബാർലി എന്താവശ്യത്തിനാണ് മേടിച്ചതെന്ന് അറിയില്ല. ഷോപ്പിൽ പോയപ്പോൾ ഇത് കണ്ടുടനെ വാങ്ങിയതാണ്. സാധാരണ ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെയാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവാണ് അതെനിക്ക്. അപ്പോൾ ഈ ബാർലി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ചോറ് വയ്ക്കാമെന്ന് കരുതി. പക്ഷേ ചോറാക്കുമ്പോൾ ഇതിനകത്തിൽ കുറച്ച് സാധനങ്ങളോടൊക്കെ ചേർത്തിട്ട് ചോറാക്കാമെന്ന് കരുതി. അപ്പോൾ ആദ്യം ഇതിനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കുതിർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഇതിന്ന് വെള്ളം ഒഴിച്ചിടാം. ഇതാണ് ബാർലി. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരികയാണ്. ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർക്കാനിടാം. ഇത് മാത്രമായിട്ട് വേവിച്ചാൽ കാര്യമായിട്ടുള്ള ഗുണമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ വെള്ളം ആദ്യം ഒന്ന് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ. എന്തായാലും ഇതൊന്ന് കുതിരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിനകത്തിൽ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് 15 മിനിറ്റായി. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിൽ പറ്റി പിടിച്ചിരുന്നൊക്കെ കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇതിൽ കുറച്ചധികം വെള്ളം നമുക്ക് ഒഴിക്കാം. ഇതിൻ്റെ വെള്ളമാണല്ലോ കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പം അതിൻ്റെ ചോറ് വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഹെൽത്തിയായ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. അതിനോടൊപ്പം ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളും. അത് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഒരു പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെയാണ്. കുറച്ച് ക്യാരറ്റ് ഞാനിങ്ങനെ ചീകി അരിഞ്ഞെടുത്തു. കുറച്ച് ക്യാബേജും അതേപോലെ ചീകി അരിഞ്ഞെടുത്തു. കുറച്ച് ക്യാപ്സിക്കം ഈ 2 ടൈപ്പിലുണ്ടായിരുന്നുണ്ട്. 2 കളറിലുള്ളത്, കുറച്ച് മഞ്ഞയും കുറച്ച് റെഡും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ആയിരുന്നു, ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതെടുത്തിട്ടുണ്ട്. ബീൻസ്, നല്ല ഫ്രഷ് ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചെറുതായിട്ട് ചീകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കടുക് വറക്കാൻ അരിയുന്ന അതേ ഷേപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് ചീകി അരിഞ്ഞെടുത്തു. കുറച്ച് മുരിങ്ങയിലയുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് മതി അതിന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ബദാം ചെറുതായിട്ട് ഇങ്ങനെ ചീകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് റേസിൻസ് ഉണ്ട്, കുറച്ച് കാഷ്യൂനട്ട് ഉണ്ട്, ഈ തണ്ണിമത്തൻ്റെ കുരു ഉണ്ടല്ലോ അത് കുറച്ചുണ്ട്, കുറച്ച് സൺഫ്ലവറിൻ്റെ സീഡ്സ് ഉണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാൻ ഒരു മുട്ട റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം. നമുക്കിതിൻ്റെ വെള്ളം മുഴുവനും സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതിൻ്റെ ആ വാട്ടർ കൊടുത്തിട്ട് ജസ്റ്റ് ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ വെള്ളം ഇവിടെ മാറിയിരിക്കട്ടെ. ഇത് നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണമെന്നില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ അപ്പോഴുള്ള പച്ചക്കറികൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും, എങ്ങനെ ഹെൽത്തി ആയി എടുക്കാൻ പറ്റും, ആ രീതിയിൽ നമ്മളങ്ങ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ടയും മുരിങ്ങയിലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കാം. മുട്ട പെട്ടെന്ന് അങ്ങ് റെഡിയായി വരും. അതിലേക്ക് നമുക്ക് ഈ മുരിങ്ങയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇലയും മുട്ടയൊക്കെ പെട്ടെന്ന് റെഡിയാകുന്നതായതുകൊണ്ട് തന്നെ ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രം ഒന്ന് തുടച്ച് കളയാം. ഇതിനകത്ത് മുട്ടയുടെ സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകും ഈ എണ്ണയുടെ കൂടെ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇടാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ നെയ്ക്കകത്തിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല മണമാണ്. ഉള്ളി നല്ല ഗോൾഡൻ കളറിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരല്പം എടുത്ത് മാറ്റിയിട്ട് ബാക്കി ഈ പാത്രത്തിൽ തന്നെ വയ്ക്കാം. അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി
ഇതിലേക്ക് നമുക്ക് ഈ നട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ചേർക്കാം. ഇതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ നെയ്യ് ഇടുന്നില്ല. ഈ നട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നെയ്യ് എടുത്ത് അതിൻ്റെ ബാക്കി ഇനിയും ഈ പാത്രത്തിലുണ്ട്. ഈ നെയ്യിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കാരറ്റ് ഇട്ട് കൊടുക്കാം. കാരറ്റിൻ്റെ കൂടെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കാരറ്റിൻ്റെ കൂടെ ആ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും വലിയ വേഗമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ കാരറ്റ് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കാബേജ് അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഗ്രീൻ പീസും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നിറക്കാം. ഈ പച്ചക്കറിക്ക് പാകത്തിന് വെണ്ണ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നിറങ്ങി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതിൻ്റെ ആവിയിൽ തന്നെ ഇത് വെന്ത് വരും. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നല്ല കളർഫുള്ളാണിത്, കാരണം ഇതെല്ലാം കളറുള്ള സാധനങ്ങളായതുകൊണ്ട് ക്യാപ്സിക്കം നല്ല കളർഫുള്ളാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഈ ക്യാപ്സിക്കത്തിൻ്റെ വെള്ളം കൂടെ ചേർന്നിട്ട് ഇത് വെന്തോളൂ. അതല്ല, വെള്ളം വേണമെന്ന് തോന്നിയാൽ, ഇത് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ബാർലിയുടെ വെള്ളം തന്നെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ബാർലി ഇട്ട് കൊടുക്കാം. ഈ ബാർലിയിൽ ചെറിയ നനവുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം കൂടി ആകുമ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇത് ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾ അടുക്കിരുന്ന് വേകുകയും ചെയ്യും. ഈ ബാർലിയുടെ മുകളിലേക്ക് അതിൻ്റെ ഫ്ലേവർ വരികയും ചെയ്യും. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ചോറും പച്ചക്കറിയും എല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇത് ഇത്രയും നന്നായി വന്നു. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ഉള്ളി, വറുത്ത് വെച്ചിരുന്ന നട്ട്സ്, മുരിങ്ങയിലയും മുട്ടയും കൂടെ റെഡിയാക്കി വെച്ചിരുന്നത്, ഇത് ഇത്ര ഇട്ട് കൊടുത്തു. ഇതാ നോക്കൂ, എത്ര ആരോഗ്യത്തോടെ നമുക്ക് ഈ ഭക്ഷണം ഇപ്പോൾ കഴിക്കാം. സാധാരണ ബാർലി തിളപ്പിച്ചിട്ട് ബാർലിയുടെ ചോറ് വെറുതെ കളയും, അതിൻ്റെ വെള്ളം മാത്രം കുടിക്കും. അങ്ങനെയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ ചോറ് ഇങ്ങനെ കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ബാർലി നമുക്ക് ഇതേ രീതിയിൽ വേവിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ചോറായിട്ട് നമുക്ക് കഴിക്കാം. ഇത് എന്ത് അസുഖങ്ങളുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. ഇത് നോക്ക്. ഇനി ഇത് നടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് ആവി വരട്ടെ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, എങ്കിലേ ഈ ചോറിന് ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 4-5 ഡ്രോപ്സ് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഒരുപാട് പുളിയാകരുത്, നല്ല കറക്റ്റായിട്ടുള്ളതായിരിക്കണം എല്ലാം, എങ്കിലേ ഈ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റായിട്ട് ബാർലി വേവിച്ചെടുക്കാൻ പറ്റുമെന്ന്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നന്നായിരിക്കും. ഒരല്പസമയം ഇതൊന്ന് അടച്ചു വയ്ക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇത് കുറേ ഉണ്ട്. ചെറിയൊരു പാക്കറ്റാണ് ഞാൻ കുക്ക് ചെയ്തത്. ഇതിൻ്റെ വെജിറ്റബിളും എല്ലാം കൂടെ ആയപ്പോഴേക്കും ഇത് കുറേ ആയി. വാവോ, ഇത് കണ്ട വലിയവർ മാത്രമല്ല ചെറിയ കുട്ടികളും കഴിക്കും, അത്രത്തോളം നന്നായിട്ടുണ്ട്. ഇതാ നോക്കൂ, നമ്മൾ ശരിയാക്കിയെടുത്ത ബാർലി ചോറ്. ഇത് ബാർലി ചോറാണെന്ന് പറയില്ല, അത്രത്തോളം ഡെലിഷ്യസ് ആയ ഒരു മീലായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതപ്പം ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. വെരി ഗുഡ്, സൂപ്പർ, താങ്ക് യു. അപ്പോൾ ഹസ്ബൻഡ് ഇതിന് നല്ലൊരു കമൻറ്റ് പറഞ്ഞു. ഞാൻ ചെയ്ത് നോക്കിയതാണ്. ചെയ്ത് നോക്കിയപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടി. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എങ്ങനെയെന്നുള്ളതും അറിയിക്കണം. ബാർലിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഫുഡുകൾ റെഡിയാക്കാൻ പറ്റുന്നതിനെക്കുറിച്ചിട്ട് അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.